ശബരിമല അയ്യൻ ഇറങ്ങിപ്പണിതതാണോ എന്നാണ് ഇടതുപക്ഷവും CPM-ഉം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു കാരണവശാലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ശബരിമലയിലെ ഒരു ടേൺ. പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി ഇതിനകത്ത് വളരെ സീരിയസ് ആയി ഇടപെട്ടിരിക്കുകയാണ്. സർക്കാർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഹൈക്കോടതി മാറി നിന്നില്ല. ജസ്റ്റിസ് KT ശങ്കരനെ അമിക്കസ് ക്യൂറിയായിട്ട് വച്ചു. മാത്രമല്ല നിശ്ചിത ദിവസത്തിനകം എല്ലാം കോടതി അറിയണം എന്ന് പറഞ്ഞു. ഇതൊരു വലിയ പണിയാണ്, ഒരു ശനിക്കാലം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഗവൺമെൻറ് നിന്നാൽ ഗവൺമെൻറ്റിന് കേരളത്തിലെയും ലോകത്തിലെയും നവോത്ഥാന നായകൻ്റെ റോൾ ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും കേരളത്തിൽ അയ്യങ്കാളിക്കും അയ്യാഗുരുവിനുമൊക്കെ ശേഷം വൈകുണ്ഠസ്വാമികൾക്കൊക്കെ ശേഷം കേരളത്തിലെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിത്യ ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരു അയ്യപ്പൻ മണികണ്ഠൻ്റെ സ്ഥലത്ത് ശാസ്താവിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ കൃത്യമായി സ്ത്രീകളെ കൂടെ കയറ്റിയാൽ ലോകത്തിനത് വലിയ സന്ദേശം നൽകി പിണറായി വിജയൻ്റെ ചരിത്രത്തിലെ പൊൻതൂവലാകും ജീവിതത്തിലെ എന്ന് വിചാരിച്ചു ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM-ഉം പിണറായി വിജയൻ്റെ PR വർക്കുകാരും. കുറച്ചമ്മമാർ അതെല്ലാം തെറ്റിച്ചു. ആദ്യം K. സുരേന്ദ്രൻ അടക്കമുള്ള BJP-യുടെ വലിയ നേതാക്കൾ, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആളുകൾ, RSS സംഘപരിവാറിൻ്റെ പ്രധാന നേതാക്കൾ എല്ലാവരും ശബരിമലയിൽ സ്ത്രീയെ കയറ്റണം, സ്ത്രീകളെ 10-നും 50-നും വയസ്സിനൊക്കെയുള്ള സ്ത്രീകളെ കയറ്റണം എന്ന സമീപനമെടുത്തെങ്കിൽ ആ സമീപനത്തെ തിരുത്തിച്ചത് കേരളത്തിലെ കുറച്ചു വനിതകളാണ്. പിന്നെ കേരളം കണ്ട കാഴ്ച ആ വനിതകളുടെ നാമജപ ഘോഷയാത്രയ്ക്ക് പിറകിൽ പ്രത്യേകിച്ച് എരുമേലിയിലും പമ്പയിലും വളരെ വിരലിലുണ്ടാവുന്ന സ്ത്രീകളാണ് ആദ്യമായി നാമജപ ഘോഷയാത്ര എന്ന പേര് പോലുമില്ലാതെ ശരണം വിളിച്ചിറങ്ങിയത്. അതൊരു പക്ഷേ അയ്യപ്പൻ ഇറക്കിയതായിരിക്കും. അതിനുശേഷം സംഭവിച്ചത് കേരളം കണ്ടിട്ടുള്ള ചരിത്രത്തിൽ ഇന്നേവരെയില്ലാത്ത അകത്തളങ്ങളിലും അഗ്രഹാരങ്ങളിലുമൊക്കെ ഇരുന്ന സ്ത്രീകളടക്കം അയ്യപ്പൻ്റെ രക്ഷകനായി 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. ശബരിമലയിൽ പോകാൻ പറ്റാത്തവരാണ് ഏറ്റവും കൂടുതൽ അയ്യനെ അങ്ങനെ തന്നെ അയ്യൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അവസാനം അതിന് പിടയ്ക്ക് NSSന് പോകേണ്ടി വന്നു, SNDPക്ക് പോകേണ്ടി വന്നു, RSSന് പോകേണ്ടി വന്നു, കോൺഗ്രസ്സിന് പോകേണ്ടി വന്നു, BJPക്ക് പോകേണ്ടി വന്നു. എല്ലാവർക്കും അതിൻ്റെ പിറകിൽ പോകേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലപ്പുഴ ആരിഫ് ഒഴിച്ച് കെട്ടിവെച്ച കാശ് ഒരിടത്തും കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ CPM ഇത് തിരിച്ചറിഞ്ഞു. ഇത് അപകടമാണ് കേരളത്തിൽ. ഇനി ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും വിശ്വാസ രാഷ്ട്രീയവും കൂടി കളിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല. അന്ന് മുതലാണ് വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാർഡ് CPM ഇറക്കിയത്. ആ CPM കാർഡ് ഇറക്കിയത് ശബരിമല വിശ്വാസി സംഗമത്തിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി മെച്ചമായി അവർ ഒരു ഹൈപ്പിലെത്തി. എന്നാൽ അയ്യപ്പനെ വെച്ച് കളിക്കണ്ട എന്ന് അയ്യൻ തീരുമാനിച്ചു. എന്നെ വെച്ച് ആരും കളിക്കണ്ട, നിങ്ങളുടെ കളികൾ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അമ്മിണിയെയും റഹിന ഫാത്തിമമാരെയും ഒക്കെ പാതിരാത്രിയുടെ ഇരുട്ടിൽ 18-ാം പടി വഴി അല്ലാതെ അവിടുത്തെ ഉദ്യോഗസ്ഥരും തേങ്ങാപ്പുരക്കാരും ഒക്കെ കയറുന്ന ഊട് വഴികളിലൂടെ ഇരുട്ടിൻ്റെ മറവിൽ അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു വിട്ട് ഞങ്ങളിതാ സ്ത്രീകളെ കയറ്റിയേ എന്ന് ലോകത്തിനോട് സന്ദേശം കൊടുത്ത ആ ഒരു നിമിഷമുണ്ടല്ലോ, മലയാളികളുടെ അമ്മമാർ കരഞ്ഞതാണ്. ലോകത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെല്ലാം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ച നിമിഷമാണ് ആ രാത്രി. എല്ലാവരും ക്രിക്കറ്റ് കാണും പോലെ ഫുട്ബോൾ കാണും പോലെ TV തുറന്ന് വെച്ച് ആ സംഭവം കാണുകയായിരുന്നു. അത് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് കരഞ്ഞു. അയ്യനെ അയ്യൻ തന്നെ രക്ഷിക്കട്ടെ. ഇതാ അയ്യൻ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? അതിനുശേഷം വളരെ കൃത്യമായി നിശ്ചിത ഇടവേളകളിൽ ശബരിമലയിൽ നിന്ന് കൃത്യമായി വരുന്നു, സ്വാമി അയ്യൻ്റെ പണി വരുന്നു. പുലിപ്പാൽ കൊണ്ടുവരാൻ രാജാധികാരം ഒഴിവാക്കാൻ പുലിപ്പാൽ കൊണ്ടുവരാൻ ഉപദേശിച്ച വക്രബുദ്ധിയിൽ നിൽക്കാതെ പുലിപ്പാൽ തന്നെ കൊണ്ടുവന്ന മണികണ്ഠൻ്റെ കഥയുണ്ടല്ലോ, അത് കഥയായാലും അതിന് മിത്തായാലും മലയാളി അത് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു മണികണ്ഠനെ. അങ്ങനെ തീർച്ചയായും അയ്യപ്പൻ ഇറങ്ങിക്കളിച്ചത് ഹൈക്കോടതി വഴിയായിരിക്കുമെന്ന് ഒരാളും വിചാരിച്ചില്ല.
അങ്ങനെ ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് നശിച്ചു പോയി, അല്ലെങ്കിൽ അതില്ലാതായി. നനച്ചതും നടന്നതും. നനച്ചത് എന്താണെന്ന് വെച്ചാൽ ആഗോള സംഗമം നടത്തി, അയ്യപ്പ സംഗമം നടത്തി, സർക്കാരിൻ്റെ പണവും കൂടി കൊടുത്ത് 8 കോടി രൂപയാണ് ചിലവാക്കി സ്പോൺസർമാരെല്ലാം കൊണ്ടുവന്ന് വലിയ ഹൈപ്പുണ്ടാക്കി, PR വർക്ക് നടത്തി, പത്രങ്ങളിലൂടെ എഴുതി, ഫോട്ടോ വെച്ച്, അയ്യപ്പൻ്റെ ഫോട്ടോയേക്കാൾ വലുതായി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ഇത് രാജ്യം മുഴുക്കൻ കാടിളക്കി നടത്തിയെങ്കിലും 3000 പേർക്കുള്ള വേദി ഒരുക്കിയിട്ട് അവസാനം അത് 300 പേരിൽ താഴെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമയത്ത് മാത്രം കുറച്ച് പേർ ഫ്രണ്ടിലുണ്ടായിരുന്നു, ബാക്കിലുള്ള എല്ലാ കസേരകളും ഒഴിഞ്ഞു കിടന്നു. ഗ്രൂപ്പ് ചർച്ചയായപ്പോൾ 50 പേര് വീതം പോലും ഗ്രൂപ്പിലില്ലാതായി. ആദ്യം ബാരിക്കേഡ് വെച്ചു, ടിക്കറ്റ് വെച്ചു, കൂപ്പൺ വെച്ചു, രജിസ്ട്രേഷൻ വെച്ചു. മിനിറ്റുകൾക്കകം അതെല്ലാം എടുത്തു മാറ്റി വഴിയെ പോയ തമിഴ്നാട്ടിലെ അയ്യപ്പന്മാരെയും ഒക്കെ അതിനകത്ത് പിടിച്ച് കയറ്റി. എന്നിട്ടും അത് ഹാൾ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. ലോക്കലായി ആളുകളെ ഫോൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ദൂരത്തിലല്ല ഇത് നടത്തിയത്. ഒരുപക്ഷെ മറ്റൊരു പഞ്ചായത്തിലോ മറ്റേതെങ്കിലും പ്രദേശത്തിലോ ആണ് നടന്നതെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾ പോയി ആ ഹാൾ നിറഞ്ഞേനെ. അത് നടന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അയ്യനെ തൊട്ടവരെല്ലാം അയ്യൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങി. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി വലിയ തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈക്കോടതി വല്ലാതെ ഇടപെട്ടിരിക്കുന്നു. മാത്രമല്ല ജസ്റ്റിസ് KT ശങ്കറിനെ പോലെയുള്ള വളരെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു ജസ്റ്റിസിനെ കൂടി വച്ചപ്പോൾ വലിയ തോതിലാണ് ഇത് മാറുന്നത്. ഇനി ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും മുന്നിലുള്ളത് 2 മാസം പോലുമില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്, ഒരു 5 മാസം പോലുമില്ല അസംബ്ലി തിരഞ്ഞെടുപ്പിന്. ഇതിനിടയിൽ എന്തൊക്കെ PR വർക്ക് നടത്തിയാലും അതിനെ എല്ലാം മാറ്റി തീർക്കുന്ന നിലയിൽ പ്രതിപക്ഷത്തിനും BJP-ക്കും ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ. ഇതിന് എങ്ങനെ മറിയും? രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി CPM മാറ്റിയെടുക്കും? വെള്ളാപ്പള്ളി നടേശനെ വളരെ കൃത്യമായി കൂടെ നിർത്താൻ ഒരു കോൺഗ്രസ് വിരോധത്തിലൂടെ, ലീഗ് വിരോധത്തിലൂടെ കോൺഗ്രസിനെയും എതിർക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ നിർത്താനും, വെള്ളാപ്പള്ളി പോകുന്ന യോഗങ്ങളിലൊക്കെ വിജയൻ എന്ന് പറഞ്ഞാൽ വിജയൻ എന്ന പേര് തന്നെ വിജയിക്കാൻ വന്നതാണ്. കോവിഡ് കാലത്തെയും അതുപോലെ തന്നെ പിന്നെ പ്രളയത്തെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ PR വർക്ക് ചെയ്യുന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശനും മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്താണ് ഇതിൻ്റെ അന്തർധാര എന്ന് നമുക്കറിയില്ല. അവിടെയൊക്കെ വീണ്ടും അയ്യപ്പൻ ഇറങ്ങി കളിക്കുമോ? 2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ശബരിമല യുവതി പ്രവേശം, അത് കഴിഞ്ഞിട്ടുള്ള ശബരിമലയിൽ നടത്താൻ പോയ ചില വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോഴിതാ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ മുകളിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ 400 കോടി രൂപ പ്രതിവർഷം വരുന്നത് 1000 കോടി രൂപയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള നിലയിലേക്ക് പോയപ്പോൾ 1000 കോടി രൂപ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഈ 400-നെ 1000 ആക്കുമ്പോൾ മൊത്തത്തിലൊരു 10,000 കോടി രൂപ കിട്ടുമോ എന്നുള്ള നിലയിലേക്കുള്ള വലിയ അന്വേഷണം നടത്തി. എങ്ങനെ 10,000 കോടി കിട്ടുമെങ്കിൽ അതിൽ കുറച്ചടിച്ചു മാറ്റാൻ കഴിയുമോ എന്നും ചിന്തിച്ചു. എല്ലാവരും പെട്ടു, സകല ആളുകളും പെട്ടു. ദേവസ്വം മന്ത്രിമാർ പെട്ടു, കമ്മീഷണർമാർ പെട്ടു, പ്രസിഡന്റുമാർ പെട്ടു. എല്ലാവരും ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. ഇനി ഇത് ഊരിയെടുക്കുക എങ്ങനെയാണെന്ന് ഇടതുപക്ഷത്തിന് അറിയില്ല. CPM അതിൻ്റെ തത്രപ്പാടിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വലിയ അക്രമവും ബഹളവും ഒക്കെ നടക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട്. പക്ഷേ എന്തായാലും ഒരു MP ചികിത്സയിലാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്. അപ്പോൾ വലിയ തോതിലാണ് കേരളത്തിൽ കലാപവും അക്രമവും കോളേജിൻ്റെ തെരഞ്ഞെടുപ്പും ഒക്കെ വെച്ചുകൊണ്ടുള്ള പുതിയ രാഷ്ട്രീയം കളിക്കുന്നത്. ഞാൻ ചുരുക്കുന്നു. എന്നാൽ ആ രാഷ്ട്രീയത്തിനിടയിലൂടെ ജാതി മത സമവാക്യങ്ങളെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താൻ പിണറായി വിജയൻ പാടുപെടുന്നുണ്ട്. ആ പാടുപെടൽ ഫലമുണ്ടാകുമോ എന്ന് നമുക്ക് തിരഞ്ഞെടുപ്പുകളിലൂടെ കാണാം.